നമസ്കാരം. നാരായണ ജപമാഹാത്മ്യം ഭാഗം 218. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധത്തിൽ അധ്യായം 24. ഈ 24-ാമത്തെ അധ്യായത്തിലാണ് പ്രചേതസ്സുകളുടെ കഥ. ഇപ്പോൾ 2 ദിവസമായി പറയണു. 32-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ നിർത്തിയത്. മൈത്രേയ മഹർഷി പറഞ്ഞതായിട്ട് പറയുന്നു, ഏവം ദയാദ്രനായി വിഷ്ണു ഭക്തനാം ഭഗവാൻ ഭവൻ. ശ്രദ്ധിക്കണം, ഭവൻ ശിവന്റെ പര്യായമാണ്. അപ്പോൾ ശിവൻ അല്ലെങ്കിൽ രുദ്രൻ ആരാണ്? വിഷ്ണു ഭക്തനാണ്. നമ്മൾക്കാണ് തിങ്കളാഴ്ച ശിവൻ വേറെ, വ്യാഴാഴ്ച മഹാവിഷ്ണു വേറെ എന്നുള്ളത്. ആകെ ആഴ്ചകൾ 7 ഉള്ളൂ. ഈ 7 ആഴ്ചകളിൽ ശനിയാഴ്ച എന്താ മോശമാണോ? ശ്രീരാമൻ്റെ നാളാണ്, ആഴ്ചയാണ്. ഹനുമൽ പ്രീതിക്കുള്ളതാണ്. അല്ലെങ്കിൽ ശബരിമല ശ്രീധർമ്മശാസ്താവിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആഴ്ചക്കല്ല കുറ്റം. ആ ആഴ്ചയ്ക്ക് നമ്മൾക്ക് എന്ത് തെറ്റിദ്ധാരണയുണ്ട്? നിമിത്ത ശാസ്ത്രങ്ങൾ. ഈ നിമിത്ത ശാസ്ത്രങ്ങളൊക്കെ ആർക്കുള്ളതാണ്? രാജാക്കന്മാർക്കുള്ളതാണ്. അത് അന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമായിരുന്നു. കാരണം വേദാന്തം എല്ലാവർക്കും അറിയില്ല. വേദാന്തം അറിയുന്നവർക്ക് നിമിത്തശാസ്ത്രവും ഇല്ല. കാരണം എന്താ? തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന് പറയും. തന്നിൽ കവിഞ്ഞൊരു ദൈവമില്ല എന്ന് പറയും. ആ അഹം ബ്രഹ്മാസ്മിയുടെ ലെവലിൽ എത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിവാണ് ദൈവം എന്നും, ട്രൂത്ത് ഈസ് ഗോഡ്, സത്യമാണ് ദൈവമെന്നും, നാമരൂപ വിവർജിതനാണ് ദൈവമെന്നും എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഭാഗവതം ഉപാസന ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ധ്രുവചരിതവും പ്രഹ്ലാദ ചരിതവും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക്, ധ്രുവന് എവിടെ സ്ഥാനം കൊടുത്തത്? വൈകുണ്ഠദ്വാരത്തിൽ, സപ്തർഷികൾക്ക് മേലെ നവഗ്രഹങ്ങൾക്ക് മീതിയാണത്. അപ്പോൾ ഗ്രഹപീഠ എന്നുള്ളത് ആർക്കുള്ളതാണ്? ഗ്രഹങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ മഹാവിഷ്ണുവിനെ പൂജിക്കുക, ഈശ്വരനായിട്ട് സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവാണ് അദ്ദേഹം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായിട്ടിരിക്കുന്ന ഒരാൾക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഗ്രഹത്തിന് പീഡിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഇനി അപ്പോൾ ഏവം ദയാദ്രനായി വിഷ്ണു ഭക്തനാം ഭഗവൻ ഭവൻ കൂപ്പ് കൈമൊട്ടുമായി നിൽക്കും അവരോടോതി. പിന്നെയും ഇനി അതിഗംഭീരമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള സ്തുതിയാണ്. ഭഗവാനെ സ്തുതിക്കുകയാണ്. രുദ്രൻ, രുദ്രഗീതം എന്നും പറയും ഇതിന്. നോക്കാം. ശ്രീ രുദ്രൻ പറഞ്ഞു, ആത്മജ്ഞോത്തമൻ തമർത്തൻ സ്വസ്തിക്കായി നീ ആനന്ദമൂർത്തിയായി. ആര്? സാക്ഷാൽ മഹാവിഷ്ണു. നീ ആനന്ദമൂർത്തിയായി. ആത്മജ്ഞോത്തമർത്തൻ സ്വസ്തിക്കായി, സമാധാനത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടിയിട്ട് നീ ആരായി? ആനന്ദമൂർത്തിയായി. പൂർണ്ണനായി വെൽവു, പരിപൂർണനായിട്ട്. സർവാത്മൻ, ആരാണ് നാരായണൻ? ആരാണ് മഹാവിഷ്ണു? സർവാത്മൻ, എല്ലാവരുടെയും ആത്മാവാണ്. നമസ്തേ ശുഭമേകണേ. ഭഗവാനോട് എന്താ വേണ്ടത്? എനിക്ക് കഷ്ടപ്പാടുകൾ തരുന്നതെന്നല്ല പറയേണ്ടത്. കഷ്ടപ്പാടുകൾ ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? അവരവരുടെ കുൽസിത ബുദ്ധികളിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് മറ്റുള്ളവരിന് പാരവയ്ക്കുക. അതെ, അതുകൊണ്ടാണ് പറയാൻ കാരണം. നാരായണ ജപ മഹാത്മ്യത്തിൻ്റെ മാധ്യമത്തിൽ കൂടി പ്രീതികരമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് എന്തില്ല? പ്രശ്നങ്ങളില്ല. അതാ പറയുന്നത്. അപ്പോൾ പൂർണ്ണനായി വെൽവു സർവാത്മൻ നമസ്തേ ശുഭമേഘണേ. ഭൂത സൂക്ഷ്മേന്ദ്രിയാത്മാവാം, ഭൂത ഇന്ദ്രിയ സൂക്ഷ്മ ആത്മാവാം. ഭൂതങ്ങൾ, നമ്മളൊക്കെ ഭൂതങ്ങളാണ്. എന്താ പറഞ്ഞാൽ ജീവനുള്ളവരെ. ജീവനില്ലാത്തവർക്ക് ഭൂതം എന്ന് പറയില്ല, ശവം എന്നേ പറയുള്ളൂ, പിശാചെന്നേ പറയുള്ളൂ.
അപ്പൊ ഭൂത സൂക്ഷ്മ ഇന്ദ്രിയാത്മാവാം. ഇന്ദ്രിയങ്ങൾ എന്ന് പറയണമെങ്കിൽ കയ്യേ കാല്, നാക്ക്, മൂക്ക്, കണ്ണ്, ചെവി, ഇതൊക്കെ കാണാൻ പറ്റും. എന്നാൽ ആത്മാവിനെ കാണാൻ പറ്റില്ല. അപ്പൊ ശരീരത്തിനേക്കാൾ സൂക്ഷ്മതയുള്ളതാണ് ഇന്ദ്രിയങ്ങള്, ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മതയുള്ളതാണ് ആരെ? ആത്മാവ്. സൂക്ഷ്മേന്ദ്രിയാത്മാവാം കാരണാത്മാവിനെ തൊഴാം. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളും ജീവനും ആത്മാവിനും ഒക്കെ കാരണമായിട്ടുള്ള കാരണാത്മാവിനെ തൊഴാം. ആരാ കാരണാത്മാവ്? പരമാത്മാവ്. അപ്പൊ ആ പരമാത്മാവിൻ്റെ സ്വരൂപം, ക്വാളിഫിക്കേഷൻസ് എന്താ? അതാണ് പറഞ്ഞത്. ശാന്തൻ. പറഞ്ഞല്ലേ, യാദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത. നമസ്തസ്യേ 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 നമോ നമഃ. അപ്പൊ ശാന്തനാണ് ഭഗവാൻ. ശാന്തൻ, സ്വയംപ്രഭൻ. സത്യത്തിൽ ഈ പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും സ്വയം പ്രഭയുള്ളവരാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഇരുട്ടത്തിരിക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിലൊരു പ്രഭയുണ്ട്. ആ പ്രഭയുടെ മാധ്യമത്തിൽ കൂടെയാണ് ഡെൻസ് ഡാർക്ക്നെസ് ഉള്ള റൂമിലിരിക്കുമ്പോൾ ഒരാൾ പുറത്തു നിന്ന് പേര് വിളിച്ചാൽ ഇത് ഇന്ന ആളെ വിളിക്കണമെന്ന് നമ്മൾ പറയണില്ലേ? അതെങ്ങനെ മനസ്സിലാവണത്? അവരവരിലുള്ള ബോധം, ആ ബോധമാണ് ആത്മാവ്. ആ ബോധമാണ് ആത്മാവ്. അത് സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്നൊരു വസ്തുവാണ്. കാണാൻ പറ്റില്ല വസ്തു എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അത് കാണാൻ പറ്റില്ല. സ്വയംപ്രഭൻ, വാസുദേവൻ. നമ്മളൊക്കെ വാസുദേവന്മാരാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ഉള്ളിൽ ദേവൻ വസിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി തരുന്നതിലും മനസ്സിലാക്കുന്നതിലുള്ള അപാകത കൊണ്ടാണ് പട്ടാമ്പി വാസുദേവനാത്രേ. പട്ടാമ്പി വാസുദേവൻ അല്ല പറഞ്ഞത്, പട്ടാമ്പിയുടെ ആത്മാവ് വാസുദേവൻ. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ആത്മാവ് വാസുദേവൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശ്രീനിവാസ് എന്ന് പറഞ്ഞാൽ ശ്രീ ഐശ്വര്യം നിവസിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ആ ശ്രീനിവാസൻ തന്നെയാണ് തിരുമല ദേവസ്വത്തിൽ ആരായിട്ട്? മഹാപ്രഭുവായിട്ട്, തിരുപ്പതി വെങ്കടാചലപതി ആയിട്ട്. അപ്പോൾ ആ വസുദേവ ചൈതന്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ചൈതന്യം വസിക്കുന്നത്? ശരീരത്തിൽ. അതാണ് ശരീരത്തിൽ ഉള്ള ചൈതന്യത്തിനെ അറിയാതെ കൊണ്ട് നമ്മൾ പുറമത്തെ ചൈതന്യം തരികയല്ല ഇപ്പോൾ ചെയ്യണത്. ഏറുകൊണ്ട പന്നീനെ പോലെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നമ്മൾ ഓടി കലശൽ കൂട്ടല്ലേ ചെയ്യണത്. എവിടെ പോയാലാണ് ശാന്തി കിട്ടുക? അപ്പോ സ്വയം പ്രഭൻ വാസുദേവൻ കൂടസ്ഥനെ തൊഴാം. എന്താ കൂടസ്ഥൻ? കൂടം കൂട്ട്. ഗോപുരങ്ങൾക്ക് അല്ലെങ്കിൽ വട്ടശ്രീകോവിലിന് കൂടം കൂട്ട്, അല്ലെങ്കിൽ മോന്തായത്തിനൊന്ന് കിട്ടും എന്നൊക്കെ പറയും നമ്മൾ. അതായത് നമ്മുടെ മോന്തയ്ക്കൊന്ന് കിട്ടും എന്നർത്ഥം. അപ്പോൾ ഒരു എന്താണ് പറയുക, ഒരു 8, 10, 12, 15 കഴുക്കോലുകൾ നേരെ പോയിട്ട് ഒരു വട്ടത്തിലുള്ള തടീനെ തുളച്ച് കഴുക്കോലുകൾ പല സ്ഥലത്തേക്ക്. അതിൽ കോടി കഴുക്കോല് വരും, അതിൽ ചെറിയ കഴുക്കോലുകൾ വരും. അതിനാണ് കൂടസ്ഥൻ. അപ്പം ആ കൂടം കൂട്ടാൻ വലിയ ആശാരി വേണം. കൂടം കൂട്ടുക. അപ്പം കൂടസ്ഥൻ. അപ്പം എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ കൂടം എന്ന് പറഞ്ഞാൽ ഈ എല്ലുകളെ കൊണ്ട് പൊതിഞ്ഞ് ഉള്ളിലൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ചിതാകാശം. അതിനാണ് കൂടസ്ഥൻ, ഉള്ളിലിരിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ കൂടസ്ഥനെ തൊഴാം. അനന്തൻ അന്തകൻ. അനന്തനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ? അറ്റം അറിയാത്തതെന്ന് അർത്ഥം. അനന്തം. അന്തകൻ. എന്താ അന്തകൻ? നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല, അദ്ദേഹം വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പം നമ്മൾ മരിച്ചു. അപ്പം മരണം സ്വാഭാവികമായിട്ടുള്ളവനാണ് മർത്യൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മളൊക്കെ മർത്യന്മാരാണ്. സുരന്മാരെ എന്ന് പറഞ്ഞെങ്കിൽ ദേവന്മാർ, അസുരന്മാരെ എന്ന് പറഞ്ഞെങ്കിൽ രാക്ഷസീയത്തുള്ളവർ അസുരന്മാർ, സുരന്മാർ. ഭൂസുരന്മാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള ദേവന്മാർ, ബ്രാഹ്മണർ. ഉപനയനം കഴിഞ്ഞ് സമാവർത്തനമൊക്കെ ചെയ്ത് അഗ്നിഹോത്രികളായിട്ട് 3 നേരം സൂര്യനെ എന്താണ് പറയുക, ശുദ്ധോദകം കൊണ്ട് തർപ്പണം ചെയ്യുന്നവർ. അവർ വേദങ്ങൾ പഠിക്കുക, വേദങ്ങൾ പഠിപ്പിക്കുക. അവർ പഠിച്ചിട്ടുള്ള വേദങ്ങളുടെ ബേസിൽ
മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള യാഗങ്ങൾ യജ്ഞങ്ങൾ ചെയ്തു കൊടുക്കുക, അതിന് തക്കതായിട്ടുള്ള മൂല്യം ദക്ഷിണ വാങ്ങുക, കാലസന്ധാരണം ചെയ്യുക, കാലത്തെ സന്ധരിക്കുക. അപ്പോൾ അനന്തൻ നന്ദകൻ സൂക്ഷ്മൻ. ഈ ശരീരം 3 ശരീരം. ഒന്ന് സ്ഥൂല ശരീരം, തൊട്ടാ അറിയണത്, തലോടിയാൽ അറിയണത്, കുത്തിയാൽ അറിയണത്, നോവിച്ചാൽ അറിയണത്. ഇനി സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യനെ നോക്കിയിട്ട് പറയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ സ്നേഹം എന്നുള്ളത് കാണാൻ പറ്റില്ല, അത് എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തു വരുള്ളൂ. അപ്പോൾ അത് ദേഷ്യം, ക്രോധം, ലജ്ജ, ഇതൊക്കെ സൂക്ഷ്മമാണ്. അപ്പം ഈശ്വരൻ ആത്മാവ് സൂക്ഷ്മനാണ്, കാണാൻ പറ്റില്ല. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്നാ പ്രമാണം. ഇതിന് മുമ്പ് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാലാഗ്ര ശതഭാഗസ്യ, ഒരു തലനാരിൻ്റെ ടിപ്പിനെ 100ആക്കി വിഭജിച്ച് ആ വിഭജിച്ച ഒരു വിഭാഗത്തിനെ വീണ്ടും 100ആയിട്ട് വിഭജിക്കുക. അതാണ് ബാല അഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. അപ്പം അതിനെ ഒരു സയൻറ്റിഫിക് എക്വിപ്മെൻറ്റ്സ് കൊണ്ട് കൂടി നോക്കിയാൽ കാണില്ല, കാണാത്തൊരു സാധനമാണ്, എന്നാൽ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കണു. അപ്പം എൻ്റെ ആത്മാവ് സങ്കല്പിക്കണു, എൻ്റെ ആത്മാവ് എന്നിലുള്ള എന്താ പറയുക, പിന്നെ കുണ്ടലിനി ശക്തിയിൽ നിന്ന് ശബ്ദങ്ങൾ വന്ന് അവിടെ നിന്ന് പരാശക്തി കുണ്ടലിനി ശക്തി അവിടെ നിന്ന് തുടങ്ങി മധ്യമ പശ്യന്തി വൈഖരി, പുറത്ത് വരുന്ന ശബ്ദത്തിനാണ് വൈഖരി ശബ്ദം എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ തന്നെ സങ്കല്പിക്കണു, ഞാൻ തന്നെ പറയണു, ഞാൻ തന്നെ കേൾക്കണു. ഇപ്പം ഇവിടെ വിളക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല, വിളക്കുണ്ട്, കടാവിളക്ക് താഴത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ ട്രൈപോഡിലുള്ള ഫോണ് നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ഞാൻ സംസാരിക്കണു. എൻ്റെ മനസ്സിലെന്തുണ്ട്, ഞാൻ ഒരു 5, 10, 1000, 10000 ആൾക്കാർക്ക് അഭിസംബോധന ചെയ്യാന്നുള്ള ബോധം എനിക്കുണ്ട്. അപ്പോൾ ആ സൂക്ഷ്മൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സൂക്ഷ്മൻ സൂക്ഷ്മൻ സംഘർഷണന്നു നമസ്കാരം. ഈ സംഘർഷണൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദിശേഷനെയാണ് സംഘർഷണൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബലരാമൻ സംഘർഷണമൂർത്തിയുടെ അവതാരമാണ്. സംഘർഷണമൂർത്തിയുടെ അവതാരമാണ് ലക്ഷ്മണൻ എന്നൊക്കെ പറയും. ഇത് നമ്മുടെ മനസ്സിന് 4 ഈ അന്ധക്കരണം 4 ഉണ്ടെന്ന് പറഞ്ഞു. ചിതാകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പോൾ അതിൽ വസിക്കുന്ന വാസുദേവ ചൈതന്യത്തിന് എന്തുണ്ട്? 4 തലങ്ങളുണ്ട്. ഒന്ന് വാസുദേവൻ, ഒന്ന് പ്രത്യുമ്നൻ, ഒന്ന് അനിരുദ്ധൻ, 4ാമത്തത് സംഘർഷൻ. അപ്പോൾ ഈ എന്താ പറയുക, അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് പറഞ്ഞതാണ്. ഏത്? പിന്നെ ഞാൻ പറഞ്ഞുതരാം. മനസ്സ് ചിതാകാശം. ചിത്തിലാണ് ആരിയിരിക്കണ? വസുദേവൻ. ചിതാകാശത്തിൽ വസുദേവൻ. മനസ്സിൽ പ്രത്യുമ്നൻ, പ്രത്യുമ്നൻ. പിന്നെ ബുദ്ധി, അഹങ്കാരം സംഘർഷണം, ബുദ്ധി അനിരുദ്ധൻ. അപ്പം ഇങ്ങനെ എല്ലാ തന്നെ ഭാരതീയ തത്വശാസ്ത്രങ്ങളിലെ ഒബ്ജക്റ്റീവ്സാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളിൽ തന്നെയാണ് എല്ലാം. അത് മനസ്സിലാക്കിയും കൊണ്ട് വേണം ഈ കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് സംഘർഷണനുകും വിടാം ജ്ഞാനസ്വരൂപൻ. ഈ ഭഗവാൻ പരമാത്മാവ് ആരാണ്? ജ്ഞാനസ്വരൂപൻ, അറിവ് സ്വഭാവമായിട്ടുള്ളവൻ. ഈ അറിവിന് രൂപമുണ്ടോ? കുസൃതി കാണിക്കുന്ന ആന പാപ്പാനെ കണ്ടാൽ വെറും കൈയോട് വരുന്ന പാപ്പാനും കയ്യിൽ കത്തിയായിട്ട് വരുന്ന പാപ്പാനും കയ്യിൽ കാരവടിയായിട്ടുള്ളവനും കയ്യിൽ കുന്തമുള്ളവനും കയ്യിൽ തോട്ടിയുള്ളവനും കാണുമ്പോൾ പ്രത്യേകം ഭാവവ്യത്യാസം ഉണ്ടാവും ആനയ്ക്ക്. അങ്ങനെയാണ്. ഇപ്പോൾ ഒന്നും വേണ്ട, ആനയുടെ വർമ്മത്തിൽ ആ കോലൊന്ന് തട്ടിയാൽ മതി, പറഞ്ഞാൽ കേൾക്കും. അതേമാതിരി ആ തോട്ടിട്ട് വലിക്കൊന്നും വേണ്ട. ആ തോട്ടിയുടെ നിപ്പുണ്ട്, ഒരു ടിപ്പ്.
അതെടുത്ത് ആ നഖത്തിൻ്റെ അവിടെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പം എല്ലാറ്റിനും അടിയിൽ മീതെ ഒരു ഒടിയില്ല. അതിനെയാണ് ഇപ്പോൾ നമ്മൾ ബുദ്ധി ഇല്ലാതെ കണ്ട പ്രത്യക്ഷ ഗണപതി എന്നും പറഞ്ഞിട്ട് കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം. അവിടെയൊക്കെ ജ്ഞാനസ്വരൂപൻ എന്നുള്ള ബോധം വിട്ടു. അതിൻ്റെ കുഴപ്പം സമൂഹത്തിനും അത് പറഞ്ഞ് പറ്റിക്കുന്നവർക്കും പ്രശ്നമുണ്ട്, ഉണ്ടാവും. അതുകൊണ്ടാണ് പറയാൻ കാരണം. പറയണം, കടലും കടലാടിയും കൂടിയിട്ടുള്ള വ്യത്യാസമുണ്ട് ആനയും ഗണപതിയും. അതുകൊണ്ട് ഗണപതി എന്ന് പറഞ്ഞാൽ ആനയുടെ തല മാത്രമേ ഉള്ളൂ. കാരണം അതും ഒരു ഒബ്ജക്റ്റിവിസാണ്. അപ്പൊ പറഞ്ഞു ജ്ഞാനസ്വരൂപൻ സർവാന്തരസ്ഥൻ, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നവൻ ചൈതന്യവത്തായിട്ട് സർവാന്തരസ്ഥൻ പ്രത്യുഗ്നനെ തൊഴാം. പിന്നെയോ ഇന്ദ്രിയേശൻ മനോനാഥൻ അനിരുദ്ധൻ കുമ്പിടം. ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ ശരിക്കും വരുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഇന്ദ്രിയേശൻ, ഇന്ദ്രിയങ്ങളുടെ ഈശനായിട്ട് നാഥൻ അനിരുദ്ധൻ കുമ്പിടാം ബുദ്ധി. സ്വർഗമോക്ഷതനാം അന്തര്യാമിയായി സ്വർഗം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് മീതൊരു സ്ഥലം ഇല്ല കേട്ടോ, ഇത് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. നരകം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ചോട്ടും ഇല്ല. അതൊക്കെ ഈ ഭൂമണ്ഡലത്തിലത്തെ ജീവിതചര്യകളിൽ സുഖമാണെങ്കിൽ സ്വർഗം, ദുഃഖമാണെങ്കിൽ നരകം. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥയുണ്ട്, ആനന്ദം. അതെപ്പോഴാ സുഖം ദുഃഖം അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഈ സുഖം ദുഃഖം എന്നുള്ളത് ദ്വന്ദ്വ സ്വഭാവമാണ്. ഒന്നിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയാണ്. സുഖം ദുഃഖം, വളവ് തിരിവ്, ദിനം രാത്രം, ഇറക്കം കയറ്റം, ഉള്ളവൻ ഇല്ലാത്തവൻ, പഠിച്ചവൻ പഠിക്കാത്തവൻ, കറുത്തവൻ വെളുത്തവൻ. അപ്പോൾ ആനന്ദസ്വരൂപനാണ് ഭഗവാൻ. ജ്ഞാനം ഘനീഭവിക്കുമ്പോഴാണ് എന്ത് ആനന്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ സ്നേഹം ഘനീകരിപ്പിക്കും. അപ്പോൾ സ്നേഹമില്ലാത്ത ഒരാൾക്ക് ആനന്ദചിത്തനാവാൻ പറ്റില്ല. അപ്പോൾ ഭഗവാൻ ആനന്ദമയ കോശത്തിലാണ് ഇരിക്കുന്നതെന്ന് വേദാന്തം പറയും. ആനന്ദമയ കോശം അത് എവിടെ ഇരിക്കുന്നത്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വ്യത്യാസം ഇല്ലാതെ കണ്ട് എല്ലാവരുടെയും ചിതാകാശത്തിൽ. എന്നാൽ ഈ ചിത്തിരിക്കുന്നത് എവിടെയാ? മനസ്സിൽ. എന്നാൽ മനസ്സ് ഒരു സാങ്കല്പികമായിട്ടൊരു സ്ഥലമുണ്ട് എന്നല്ലാതെ കണ്ട് ഈ ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്ന ഹൃദയത്തിലല്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ സ്വർഗമോക്ഷതനായി, അപ്പോൾ മനോനാഥൻ അനിരുദ്ധൻ കുമ്പിടാം സ്വർഗമോക്ഷതനായി അന്തര്യാമിയായി പരിപൂർണനായി. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും പൂർണ്ണത അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഡയാമീറ്ററിലുള്ള ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് 9 സെൻറ്റിമീറ്റർ ഡയാമീറ്ററിൽ വേറൊരു സർക്കിൾ വരച്ചു. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഡയാമീറ്ററുള്ളതും സർക്കിളാണ്, പൂർണ്ണമാണ്, 360 ഡിഗ്രി ഉണ്ട്. 9 സെൻറ്റിമീറ്ററിൽ ഉള്ള സർക്കിളും പൂർണ്ണമാണ്. ഇനി ഒരു കേന്ദ്ര ബിന്ദു മാത്രമേ ഉള്ളൂ. ആ ബിന്ദു എന്താണ്? പൂർണ്ണനാണ്. അപ്പോൾ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം അവശേഷിച്ചാലും പൂർണ്ണൻ തന്നെ. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ പരിപൂർണനായ വൃദ്ധിക്ഷയാതിയില്ലാത്ത സൂര്യരൂപന്നുകുമ്പിടാം. അപ്പോൾ മനസ്സിലായില്ലേ? മനസ്സല്ല ആത്മാവ് എന്ന് മനസ്സിലായില്ലേ? മനസ്സ് വൃദ്ധിക്ഷയത്തിന് ഉതകുന്നതാണ്. അതായത് ചന്ദ്രൻ എങ്ങനെയാണ് 14 ദിവസം വൃദ്ധി, 14 ദിവസം ക്ഷയം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. എന്നാൽ ശരിയായ ചന്ദ്രന് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ശരിയായ ചന്ദ്രൻ പൂർണ്ണനായിട്ട് എപ്പോഴും ഉണ്ട്. അതാണ് ഇതൊക്കെ നല്ലൊരു ടീച്ചർ, ഒരു ഗുരുനാഥൻ, ഒന്നല്ലെങ്കിൽ സയൻസ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആധ്യാത്മിക സയൻസ് പഠിക്കാൻ ഒരു നല്ലൊരു ഗുരുനാഥനെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. പക്ഷേ ഒരു 10-40 വർഷമായിട്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഡോക്ടർ ആവണം, എൻജിനീയർ ആവണം. പണ്ട്
ഉണ്ടാക്കിയിട്ടുള്ള റെയിൽവേ ബ്രിഡ്ജസ് അല്ലെങ്കിൽ റോഡ് ബ്രിഡ്ജസിനൊന്നും യാതൊരു കേടുമില്ല. ഒരു 50 കൊല്ലത്തിന് ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഒക്കെ കേടാ. എന്താ കാരണം? ആറ്റിറ്റ്യൂഡ് ഡിഫേഴ്സ്. എന്താ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? താല്പര്യം ഡിഫേഴ്സ്. അപ്പോൾ ഇവിടെ വൃദ്ധിക്ഷയാതിയില്ലാത്ത സൂര്യരൂപനും വിടാം. അപ്പൊ സൂര്യൻ എങ്ങനെ അകത്ത് ഉണ്ട്? സൂര്യനാരായണമൂർത്തെ, ഓം നമോ സൂര്യനാരായണമൂർത്തെ. അപ്പൊ സൂര്യനെ തപിപ്പിക്കുന്നത് ആരാ? നാരായണൻ. 4 അക്ഷരം നാരായണ. സംഗതി അദ്ദേഹം നാരത്തിൽ അയനം ചെയ്യുന്നതാണെങ്കിലും അദ്ദേഹത്തിന്റെ അംശമായിട്ട് കൂടി ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്നുള്ള പ്രമാണം പോലെ തലനാരിൽ കൂടി ഓടുന്ന ഈരിലും ജീവനുണ്ട്. അതന്നെയാണ് മുട്ടുമ്പോ ടട്ട ശബ്ദം ഉണ്ടാക്കുന്ന സ്ത്രീകൾ. ഇപ്പൊ കെമിക്കൽ ഇട്ടിട്ട് കൊല്ലുകയാണല്ലോ ചെയ്യുന്നത്, അല്ലേ? ഷാമ്പൂ എന്നൊരു പേരുമുണ്ട്. ആലോചിച്ച് നോക്കൂ. എന്തോ ആവട്ടെ, അവിടേക്ക് കിടക്കണ്ട. അപ്പം ഈ പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യനിർവഹണത്തിന് വേണ്ടിയിട്ട് ഭക്തിനെ വലിച്ചൊടിക്കരുത്. അതാണ്. അപ്പോൾ വൃദ്ധിക്ഷയാതിയില്ലാത്ത സൂര്യരൂപന്നു കുമ്പിടാം തൊഴാം ചാതുർഹോത്ര വിസ്താരകനാം അഗ്നിരൂപനെ. എന്താ പ്രമാണങ്ങൾ! തൊഴാം ചാതുർഹോത്ര വിസ്താരകനാം അഗ്നിരൂപനെ പിതൃദേവാന്നമാം യജ്ഞരേതസാം സോമനെ തൊഴാം. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ഹിന്ദുകലാധരൻ എന്നൊക്കെ പറയും. അപ്പോ പിതൃദേവന് അന്നമാം യജ്ഞരേതസാം സോമനെ തൊഴാം. എന്താ അങ്ങനെ പറയാൻ കാരണം? സോമൻ ഉള്ളത് കൊണ്ടാണ് അന്നം ഉണ്ടാവുന്നത്. പകല് 12 മണിക്കൂർ സൂര്യൻ, രാത്രി 12 മണിക്കൂറിൽ വൃദ്ധിക്ഷയങ്ങളോട് കൂടിയിട്ട് ചന്ദ്രൻ. അപ്പോ ഇല്ലേ, പണ്ടൊക്കെ കൃഷിക്കാര് വിത്ത് രാവെളിച്ചത്തിൽ വയ്ക്കും. എന്തിനാ? പിന്നെ ചന്ദ്രൻ്റെ രശ്മികൾ അതിൽ തട്ടണം, ഔഷധ ഗുണം ഉണ്ടാവാൻ, തിന്നുന്ന ആഹാരം, കഴിക്കുന്ന ആഹാരം നല്ലതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിതൃദേവാന്നമാം യജ്ഞരേതസാം സോമനെ തൊഴാം ജീവസംതൃപ്തിതൻ സർവരസാത്മാവിന് കുമ്പിടാം. വാക്കുകൾ ശ്രദ്ധിക്കുക. തല കുത്തി നിന്നാൽ ഒരു സപ്താഹത്തിന് പോയാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. കാരണം എന്താ? അവിടെ അതല്ല. അവിടെ ശുഖബ്രഹ്മവർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം സപ്താഹ രൂപത്തിൽ പറഞ്ഞു കൊടുത്തു എന്നാണ്. അന്ന് ദേവഭാഷ എല്ലാവരും സംസ്കൃതം അറിയുന്ന ആൾക്കാരായിരുന്നു. ഇന്നിപ്പോൾ ഇല്ലേ, മലയാളം മാഷന്മാർ, സംസ്കൃതം മാഷന്മാരൊക്കെ എല്ലാവരും ആചാര്യന്മാരാണ്. ഞാൻ രണ്ടും പഠിച്ചിട്ടില്ല കേട്ടോ. മലയാളവും പഠിച്ചിട്ടില്ല, സംസ്കൃതവും പഠിച്ചിട്ടില്ല. ഞാനും ആചാര്യനാണ്. അപ്പൊ ആചരണം കൊണ്ട് അറിവുണ്ടാവണം. അവര് എന്ത് ചെയ്യില്ല? ഈ 7 ദിവസത്തിൽ സപ്താഹം പറയുന്നതല്ലാതെ കൊണ്ട് മറ്റുള്ള പൂജകളൊന്നും യജ്ഞവേദിയിൽ പറഞ്ഞിട്ടില്ല. 5 മിനിറ്റ് നാദസ്വരത്തിന് 5000 രൂപ കൊടുത്ത് ഒരു രുക്മിണി സ്വയംവരം എന്ന ഭാഗവതത്തിലില്ല. ഭഗവാനെ അനുമോദിക്കാനാണ് പറഞ്ഞത് വേദം, ഭഗവാനെ അനുകരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ജീവൻ സംതൃപ്തി ദാനം ചെയ്യുന്നവൻ, സർവരസാത്മാവിന് എല്ലാ രസങ്ങൾ, നവരസം, ആ നവരസങ്ങള് അനുഭവിക്കണമെന്ന് എപ്പോഴാ? ജീവനുള്ളപ്പം മാത്രം. ഇല്ലെങ്കിൽ നമ്മൾ പറയും ഉറങ്ങിക്കിടക്കണം കൂടുതൽ, മൂക്കിൽ പഞ്ഞി വെച്ച് വായൊക്കെ പിന്നെ എന്താ പറയുക താടി കൂടെ കെട്ടി, അങ്ങനെയാണോ ഞാനും നിങ്ങൾ ഉറങ്ങാറ്? അപ്പൊ എന്തെങ്കിലും പറയാം, മരിച്ചു കിടക്കണ ആളെ നോക്കിയിട്ട് അതുവരെ ഇല്ലാത്ത ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയാണ്. കിടക്കണ കിടപ്പ് കണ്ടില്ലേ ഉറങ്ങിയ കൂട്ടത്തിൽ, കഷ്ടം, അത്രേ ഉള്ളൂ. അപ്പൊ എന്തും പറയാം, എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. അപ്പോ ജീവസംതൃപ്തിതൻ സർവരസാത്മാവിന്നു
വിഷ്ണുകുംഭിണാം തൊഴാം വൃഷ്ടി സമഷ്ട്യാത്മരൂപനാം ഭൂസ്വരൂപിയേ. ഭൂസ്വരൂപിയേ എന്തൊക്കെയാ പറഞ്ഞത് അവിടെ? തൊഴാം വൃഷ്ടി സമഷ്ടി ആത്മരൂപനാം. വ്യഷ്ടി സമഷ്ടി രണ്ട് വാക്ക്. അത് ആത്മാവിന് രണ്ട് രീതിയിൽ പറയും. വ്യഷ്ടി എന്നും പറയും, സമഷ്ടി എന്നും പറയും. സമഷ്ടി എന്നുള്ളത് പരമാത്മാവിനെ പറ്റി പറയുന്നു, വ്യഷ്ടി എന്നുള്ളത് ജീവാത്മാവിനെ പറ്റി പറയുന്നു. അതാണ് സമഷ്ടി ആഹാരം. എന്താ പറഞ്ഞാൽ 64 കറികൾ വെച്ച് പിന്നെന്താ പറയുക, വെച്ച് നമസ്കാരം. അതായത് പ്രത്യേകിച്ച് ഈ പ്രതിഷ്ഠ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വന്നുകൂടിയിട്ടുള്ളവരിൽ പ്രമാണ്യമുള്ള ഒരാളെ സാക്ഷാൽ ഭൂസുരേന്ദ്രനായിട്ട് കണക്കാക്കിയിട്ട് വാതിൽമാടത്തിൽ വെച്ച് ആവണപ്പലയൊക്കെ വെച്ച് പശുദാനമൊക്കെ ചെയ്ത് ക്ഷണിക്കണം, ഊണ് കഴിക്കാൻ ഇരുത്തണം. അവരെ സന്തോഷിപ്പിച്ച് ദക്ഷിണാദികളൊക്കെ കൊടുത്ത് എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ വ്യഷ്ടി സമഷ്ടി ആത്മരൂപനാം, ആത്മാവിൻ്റെ രൂപം. ജീവന് പരിതപിക്കുമ്പോൾ വ്യഷ്ടി, അഹം ബ്രഹ്മാസ്മി എന്നുള്ള നിലയിൽ പൂർണ്ണത്വം പ്രാപിച്ച സമയത്താണെങ്കിൽ സമഷ്ടി. അപ്പോൾ രമണ മഹർഷി സമഷ്ടി ചൈതന്യമാണ്, നാരായണഗുരു സമഷ്ടി ചൈതന്യമാണ്, ആദിശങ്കരൻ സമഷ്ടി ചൈതന്യമാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അതാണ് വ്യഷ്ടി സമഷ്ടി ആത്മരൂപനാം ഭൂസ്വരൂപിയേ മനോദേഹേന്ദ്രിയ ബലരൂപിയാം. മനസ്സിനും ദേഹത്തിനും ഇന്ദ്രിയങ്ങൾക്കും ബലം കൊടുക്കുന്നതാരാ? ആത്മാവ്. ആത്മാവില്ലെങ്കിൽ ഈ മസിൽസ് പിന്നെന്താ മസിൽ അത്ര വീണ്ട നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. എത്ര സൂര്യ നമസ്കാരം ചെയ്യും, യാതൊരു കാര്യമില്ല. അപ്പോൾ അതിനാണ് മനോദേഹ ഇന്ദ്രിയ ബലരൂപിയാം വായുവെ തൊഴാം. ആ വായു പ്രാണനായിട്ട് ഉള്ളിലുണ്ട്, എന്നാൽ ഓക്സിജൻ പുറത്തില്ല. അത് എപ്പോഴാണ് ഇൻഹേൽ ചെയ്യാൻ സാധിക്കണത്? ഉള്ളിൽ ആത്മാവുള്ളപ്പോൾ. ഉള്ളിൽ ആത്മാവില്ലെങ്കിൽ ഇല്ലേ, ഈ മരിക്കാൻ പോണ ആളുകളെ ഇപ്പോൾ ഈ വെന്റിലേറ്ററിൽ ഇടാന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ അവസാനം ഇങ്ങോട്ട് കിട്ടില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നേരേഖയായിട്ട് ഈ ഒരു ബീപ്പ് ശബ്ദം വരും. അതോടുകൂടി ലെറ്റ് ഡൗൺ, കൈ വിട്ടു എന്നാ അർത്ഥം. ലെറ്റ് ഡൗൺ, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ, വെള്ളം പതിപ്പിച്ചോളൂ, ബില്ല് നേരാക്കിക്കോളൂ. ബില്ല് നേരാക്കി ബില്ല് അടിച്ച് സീല് ക്യാഷ് റിസീവ്ഡ് എന്നായാലേ ഈ ജഡം കിട്ടുള്ളൂ. അപ്പം ജഡത്തിന് വിലയുണ്ട്. അതുവരെ കാശിന് കൊള്ളാത്ത അളവും. ആരുടെങ്കിലൊക്കെ മെഹർബാനി എന്ന് പറയും ഹിന്ദിയിൽ. സത്യത്തിനെ സത്യമായിട്ട് കാണൂ, സത്യത്തിനെ സത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യൂ, സ്വീകരിക്കൂ. അതാണ്. ഇപ്പോൾ എത്രയായി? മനോദേഹേന്ദ്രിയ ബലരൂപിയാം വായുവെ തൊഴാം. ആ അതുകൊണ്ടാണ് പ്രാണായാമം ചെയ്ത് പരിചയമുള്ളവർക്ക്. ആ പ്രാണായാമം അങ്ങനെ ഇഷ്ടംമാതിരിയൊന്നുമല്ല. അതിന് നല്ല ഒരു ഗുരുനാഥൻ്റെ സവിധത്തിൽ വേണം. 5 സെക്കൻഡ് കൊണ്ട് ഇൻഹേൽ ചെയ്താൽ 10 സെക്കൻഡ് കുംഭകത്തിൽ നിർത്തി 20 സെക്കൻഡ് കൊണ്ട് വേണം ഈ എടുത്ത ഉള്ളിലേക്ക് ഇൻഹേൽ ചെയ്തതിനെ എക്സൈൽ ചെയ്യാൻ, ഔട്ടടിക്കാൻ. അങ്ങനെയുള്ളവരെ ഒരു 10 14 സ്റ്റെയർ കേസ് കയറിയാലും ക്ഷീണിക്കില്ല. ഈ നീലമല കയറുക കരിമല കയറുക എന്നൊക്കെ പറഞ്ഞല്ലോ, ക്ഷീണിക്കില്ല. ജീവിതത്തിൽ പരിചയം. അല്ലെങ്കിൽ ഒരു 10 അടി കഴിക്കുമ്പോഴേക്കും അണയ്ക്കാൻ തുടങ്ങും, ശ്വാസം മുട്ട്. കാരണം എന്താ? ലങ്സ് വർക്ക് ചെയ്യുന്നില്ല. എന്തപ്പോൾ ഭാഗവതത്തിന് ഇതൊക്കെ ബന്ധം ചോദിക്കും നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം അതുകൊണ്ടാണ് ഇവിടെ വായുവെ തൊഴ. പഞ്ചഭൂതങ്ങൾ, ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി, അവർ നമ്മുടെ ഉള്ളിൽ ദേവത്വമായിട്ടുണ്ട്. അതുകൊണ്ടാണ് സമാരാധന ചെയ്യാന്ന് പറയും. പൂജകൻ പൂജ തുടങ്ങുന്നതിൻ്റെ പൂജ ചെയ്യുന്ന ആള് ആവണപ്പലയിൽ നിന്ന് സ്വന്തം ശരീരത്തിനെ അവിടെ ഇവിടെയും കുറിയൊക്കെ തൊട്ട് പൂവൊക്കെ അർച്ചിച്ച് ദേവതാരൂപത്തിൽ ആക്കിയിട്ട് പ്രോട്ടോക്കോള് പ്രകാരമാണ് ദേവീദേവന്മാരെ പൂജിക്കുക. അപ്പോൾ വായുവിനെ തൊഴണം, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വായു മലിനീകരണം ചെയ്യരുത്. ഇൻഡസ്ട്രിയൽ ലൈസൻസ് കിട്ടുന്നവരെ പുക കൊണ്ട് സാധാരണക്കാരൻ ശ്വസിക്കുന്ന പുക വായു മലിനപ്പെടുത്താൻ പാടില്ല. ശബ്ദത്തിന് ആകാശത്തിൽ ശബ്ദം മലിനപ്പെടുത്താൻ പാടില്ല.
അപ്പോൾ ഒരു 10-12 വയസ്സിൽ ഈ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലായാൽ അവരെങ്ങനെ കാശ് കൊടുത്തിട്ട് സിമെൻറ്റ് ചേർക്കാണ്ട പാലം കിട്ടുമോ, അല്ലെങ്കിൽ മലിനജലം നദിയിലേക്ക് കുടിവെള്ള സ്രോതസ്സിലേക്ക് ഒഴുക്കുവോ, അല്ലെങ്കിൽ അന്തരീക്ഷ പൊല്യൂഷൻ ചെയ്യാൻ കൂട്ടു നിൽക്കുവോ? ഇല്ല ഇല്ല ഇല്ല. നിർത്തേണ്ട സമയമായി, 30 മിനിറ്റായി, സമയം 30 മിനിറ്റായി. ഇപ്പം എത്ര ശ്ലോക പറഞ്ഞത്? 1 2 3 4 5 6 7 ശ്ലോകം 30 മിനിറ്റ്. എന്താ കാരണം? അത്രയും പറയാണ്ടതിന്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ നമ്മൾ സപ്താഹം 14,000 ചെല്ലാൻ ശ്ലോകങ്ങൾ അർത്ഥം പറയാം? ഇമ്പോസിബിൾ. അപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് കഥകളുണ്ട് ഓരോ ദിവസത്തിന്. ഒറ്റ വരാഹാവതാരം അങ്ങനെ പോവും. പിന്നെ 2-ാമത്തെ ദിവസം ഭദ്രകാളി ആവിർഭാവം, കഠിന പായസം. 3-ാമത്തെ ദിവസം നരസിംഹം, പാനകം. 4-ാമത്തെ ദിവസം കൃഷ്ണൻ, കുറച്ച് ലഡ്ഡു മിക്സ്ചർ, കുറച്ച് മിഠായി വേണം എറിയാൻ. അങ്ങനെ അവരത് ഇതൊന്നുമില്ലാതെ കൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം. അപ്പോൾ ധർമാർത്ഥകാമ മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥത്തെ വേണ്ട മാതിരി ലഭിക്കാനാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കണം. പഠിച്ചാൽ പോരാ, അതെന്ത് ചെയ്യണം? ജീവിതത്തിലേക്ക് പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 4 അക്ഷരമുള്ള നാരായണൻ്റെ ആശീർവാദം, അനുഗ്രഹാശിസ്സുകൾ, അദ്ദേഹം കൂടസ്ഥനാണെന്നും അന്തര്യാമിയാണെന്നും സർവജീവ ഗുഹാശയനാണെന്നും ശ്രീനിവാസനായിട്ടും പ്രദ്യുമ്നായിട്ടും അനിരുദ്ധനായിട്ടും സംഘർഷണനായിട്ടും എൻ്റെ ഉള്ളിലാ തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അഹോ അന്ധഭാഗ്യം ജനാനാം എന്ന് പറയാം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.